പിതാവെ, കോട്ടയം അതിരൂപതയ്ക്ക് ഒരു സഹായമെത്രാൻ, അതുപോലെ തന്നെ നാനായ സഭയ്ക്ക് മൊത്തം ഒരു സഹായമെത്രാനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പിതാവ് ഈ ഉത്തരവാദിത്തം നോക്കി കാണുന്നത്? കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആളുകൾ ലോകത്തിൽ നാനാഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലം അത്രയും മലബാറിലുള്ള ജ്ഞാനായ മക്കൾക്ക് വേണ്ടി മലബാർ കേന്ദ്രീകരിച്ച ഒരു സഹായമെത്രാനെ നമുക്ക് ലഭിച്ചിരുന്നു. അതേ തുടർന്ന് സിറോ മലങ്കര വിഭാഗത്തിൽ ജ്ഞാനായക്കാരായിട്ടുള്ള ആ വിഭാഗത്തിന് വേണ്ടി ഞങ്ങൾ ഗീബറിയസ് മാർ എഫ്രേം പിതാവിനെ ലഭിച്ചിരുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള ജ്ഞാനായ മക്കൾക്ക് കോട്ടയം അതിരൂപതയുടെ ഈ മെത്രാപ്പോലിത്തായുടെ കീഴിൽ അവിടുത്തെ അജപാലനപരമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ചിന്തിക്കുകയും അത് റോം അംഗീകരിച്ച് സിനഡിലൂടെ പുതിയൊരു സഹായമെത്രാനെ കോട്ടയം അതിരൂപതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ അംഗീകാരത്തിൻ്റെയും ഒരു നിമിഷമാണ്. അതുവഴി ഞങ്ങളുടെ ആളുകൾക്ക് കൂടുതൽ അജപാലനപരമായി ചേർന്ന് നിൽക്കാനും കൂടുതൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും അതുപോലെ തന്നെ രൂപതയുമായിട്ടുള്ള ബന്ധം കൂടുതൽ നിലനിർത്താനും കൂടുതൽ സഹായകരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവെ, കോട്ടയം അതിരൂപയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പിതാക്കന്മാര് സഹായമെത്രാന്മാര് വരികയാണ്. എന്താണ് ഈ ഉത്തരവാദിത്തത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഒരു നിയോഗമായിട്ടാണ്, ചരിത്ര നിയോഗമായിട്ടാണ് ഈ 3 പേരും ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം രൂപതയിലെ മലങ്കര സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മെത്രാൻ ആയിരിക്കുന്നത്. പ്രത്യേകമായിട്ട് കോട്ടയം രൂപതയുടെ തന്നെ ഓക്സിലറി ബിഷപ്പാണ്, എങ്കിലും മലങ്കര സമൂഹത്തിൻ്റെ മെത്രാനായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഇപ്പോൾ തോമസ് ആനിമൂട്ടിലച്ഛനെ മെത്രാനായിട്ട് ഉയർത്തിയിരിക്കുന്നത് അദ്ദേഹം കൂടുതലായിട്ടും വിദേശത്തുള്ള ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ ശുശ്രൂഷയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിലാണ് 3 മെത്രാന്മാരും ആയിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ പണ്ടാരശ്ശേരി പിതാവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആയി. പിതാവ് നോർമലായിട്ടുള്ള ഒരു സഹായമെത്രാനായിട്ട് ആയിരുന്നു ആയത് മുലക്കാട്ട് പിതാവിൻ്റെ സഹായമെത്രാനായിട്ട്. പിന്നീട് ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക ദൗത്യങ്ങൾക്കായിട്ട് നിയമിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് 3 പേരായത്. അതാണ് സംഭവം.